Hey there, you are watching my channel. Like, share and subscribe. ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് കുറച്ചധികം ബിസിയായിട്ടുള്ള ദിവസമാട്ടോ. ബിസി മീൻസ് രാവിലെ തന്നെ ഞാൻ ബിസിയാണ്, അല്ലെങ്കിൽ ഒരു 10 മണിക്ക് ശേഷം ബിസി ആവാറുള്ളൂ. കാരണം ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. ആളുടെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി, ഓഗസ്റ്റ് 30 പക്ഷെ അന്നൊന്നും ഞങ്ങൾക്ക് ഒഴിവുണ്ടായിരുന്നില്ല. ഇന്നാണ് ഞങ്ങൾക്ക് ഒഴിവുണ്ടായേ. ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ദ തിങ് ഈസ്, അവൾക്കൊരു ബൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നാളായി. പക്ഷേ ഇതുവരും ടൈം ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ നീട്ടി പോയി. അപ്പോൾ അത് ഇന്ന് രാവിലെ ഇരുന്നിട്ടാണ് ഞാൻ ഫിനിഷ് ചെയ്യാൻ പോണേ. സാധനങ്ങൾ അവിടെ ഇനിയും എനിക്കതങ്ങനെ ചെയ്യാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം അതിൻ്റെ പണിയിലേക്ക് കിടക്കാം, എന്നിട്ട് നമുക്ക് അടുത്തത് ചെയ്യാം. അവിടെ ഇരിക്കണണ്ട വൈറ്റ്, അത് ഞാൻ മുമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ എനിക്കത് പോരാന്ന് തോന്നി. അതായത് കുഞ്ഞു വെക്കാണ്ട് കുറച്ച് വലിപ്പത്തിലാക്കാന്ന് വെച്ചിട്ട് ഞാൻ എന്താ ഇവിടെ കാണിച്ചുതരാം. കണ്ടോ, ഇത് മൊത്തം ഇന്നലെ നൈറ്റ് ഒരു പരിപാടി കഴിഞ്ഞ് വന്നിട്ടിരുന്ന് ചെയ്തതാണ്. ഇത്രയും കൂടെ ചെയ്യാനുണ്ട്. എന്നിട്ട് അത് മൊത്തം യോജിപ്പിച്ച് ഒരു ബൊക്കയുടെ ഷേപ്പിലേക്ക് ആക്കി എടുക്കണം. അപ്പോൾ കുറച്ചധികം പണിയുണ്ട്. അപ്പോൾ ഞാനിത് വേഗം ചെയ്യട്ടെ, ബാക്കി കഴിക്കാം. പറഞ്ഞ സമയത്തിനുള്ള ബൊക്കെ റെഡിയാക്കാൻ പറ്റി. പിന്നെ ഒരു ബോർഡർ കുറവും കൂടി ഉണ്ട്. ഒരു റിബൺ ഇവിടെ ഈ പിടിക്കണോടത്ത് കെട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. എൻ്റെ ഒരു ബോ ഇല്ല, അത് റിബൺ ഇനി ഈ ഗോൾഡൻ കളറിലുള്ള റിബൺ ഇല്ല. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാനെ. എന്തായാലും പല സമയത്തുള്ള ഉണ്ടാക്കി തീർക്കാൻ പറ്റി. എന്തോ ഭാഗ്യത്തിന് ഞാൻ രാവിലെ നേരത്തെ എണീറ്റു. 6:30 അങ്ങോട്ട് എണീറ്റിട്ടുണ്ടായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വരും. ഇപ്പം സമയം 11:15 ആയിട്ടുണ്ട്. അവളിപ്പോൾ എത്തും. അവളെത്തി കഴിഞ്ഞിട്ട് ഇനി ബാക്കി കാണിക്കാം. ഇനി അവളെത്തിയിട്ട് ഒരുമിച്ചാണ് ഞങ്ങൾ മറ്റേ ഫ്രണ്ടിൻ്റെ, അതായത് ബർത്ത്ഡേ ഉള്ള ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്നത്. അപ്പം ഇനി അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്, ശിവാനി. ഹൈ പറ. ഹൈ. അവളാണ് ഇന്നത്തെ ഡ്രൈവർ, ഞാൻ പാസഞ്ചർ പ്രിൻസസ്. വല്ലപ്പോഴും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി എനിക്ക്. അപ്പൊ നമുക്ക് ഇനി അവളുടെ വീട്ടിൽ, അതൊക്കെ ഞാൻ പറഞ്ഞു, ഇൻട്രോയിൽ ഓൾറെഡി കൊടുത്തു. ഇത് ശിവാനി, ഇവളുടെ ബർത്ത്ഡേ ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. അതിന് 2.2K വ്യൂസ് ആയിട്ടുണ്ട്. സന്തോഷായി. അപ്പൊ എന്തായാലും ഇനി അവളുടെ വീട്ടിലേക്ക് 1 കിലോമീറ്ററോളം ഉണ്ട്. അത്ര തന്നെ ഉള്ളോ. അവളുടെ പേര് അഖില എന്നാണ്. അവള് ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്റെ വ്ളോഗ്സ് ഒക്കെ സ്ഥിരമായി കാണുന്നവരാണെങ്കിൽ. അതിലുണ്ട്. നിന്റെ വോയിസ് ചിലപ്പോ കേൾക്കുന്നുണ്ടാവില്ല. ഇവിടെ ഇരിക്കും മൈക്ക്. പിന്നെ ശിവാനിയോട് കുറച്ച് ചോദ്യങ്ങൾ. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നാണല്ലോ പറയപ്പെടുന്നേ. അങ്ങനെയൊന്നല്ല, അതൊന്നല്ല. കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് പോലെ. എന്റെ കറന്റ് സബ്സ്ക്രൈബർ കൗണ്ട് 1.8K. നോ, 1.9. കറന്റ് ഇന്നും കൂടെ നോക്കണ്ടേ. ഇനി അടുത്തത്, എന്റെ ഏറ്റവും കൂടുതൽ വ്യൂസ് കയറിയിട്ടുള്ള വീഡിയോ. പള്ളി പോയതാണോ? അല്ല. എന്താണ് കുരുത്തോല അതൊന്നല്ല. അല്ല ഈസ്റ്ററിന്റെ അതൊന്നല്ല. പിന്നേതാ? അതിന് 25. അത് കൂടുതലുള്ളതായിരുന്നു അല്ലേ? അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോയിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് താങ്ക്സ് ഒക്കെ. ഇണ്ടടി, അതെനിക്ക് ഓർമ്മയില്ല. ഹിന്ദി കേട്ടിട്ട് കുട്ടോ അതാവശ്യമില്ല. നമ്മുടെ ബാക്കിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇത് എന്റെ മനസ്സിലതായിരുന്നു. പിന്നെ ഏതോ കിട്ടുന്നില്ല. സാരിയുടെ വീഡിയോ 71K. സാരി പെയിന്റിംഗ് ഓർമ്മ വന്നോടി. അതും പറഞ്ഞിട്ട് ഇന്നലെ വേറൊരു വീഡിയോ അത് നീ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 50K ആയപ്പോ. അതായത് 71K വരെ അതിപ്പോ നിന്നു. അപ്പൊ വേറൊരു വീഡിയോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേക്ക് വാങ്ങേണ്ട സ്ഥലം എത്തിയ? ഇല്ല, എത്തിയിട്ടില്ല. അതേത് വീഡിയോ എന്നറിയോ? എത്ര വ്യൂസ് ആയെന്നറിയോ? ഇല്ല. പ്ലാസ്റ്റർ പാരീസ് ഉണ്ടാക്കണ മറ്റേ പൊട്ടി പോണ അതിനാണോ വ്യൂസ്? അതിന് 4.5 ലക്ഷം വ്യൂസ്. അത് ഞാൻ അറിഞ്ഞില്ലേ. ഇന്നലെ തൊട്ട് മോണിറ്റൈസ്ഡ് ആണ്. അപ്പൊ എത്രയും വാച്ച് അവർ? അത് ഒരാഴ്ച ഡിലേ ആയിട്ട് കാണിക്കുന്നേ. അതിന്റെ കൈ കാണിക്കണു. അത്യാവശ്യം വാച്ച് അവർ ഉണ്ടാവൂലോ. ഞാൻ ഞെട്ടിപ്പോയിട്ടാ ശരിക്കും പറഞ്ഞത്. എനിക്ക് തോന്നണു പൊട്ടിപ്പൊളിഞ്ഞത് കാണാൻ ആൾക്കാരുണ്ടെന്ന്. കുറച്ച് പൊട്ടിപ്പൊളിക്കാൻ കാറ് പൊട്ടി പൊളിച്ചാലും
അവിടെ റെഡ് എല്ലാം കിടക്കണല്ലേ അതുണ്ട് അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അടുത്തത് കേക്ക് മേടിക്കാൻ പോണം. ഇവിടെ ആട്ടോ കേക്ക് മേടിക്കണം. ആ തട്ടിലിന്റെ അവിടെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ആൾക്ക് അറിയില്ല നമ്മൾ വരണ കാര്യമൊന്നും. ഒരു ഐഡിയ ആട്ടും തോന്നുന്നുണ്ട്. നമ്മളീ മറ്റേ ഘോര വേഷത്തിൽ വന്ന് അവിടെ പിന്നെ ഇന്ന് സാധനം എടുക്കണേ. നമ്മളിപ്പോ ആ വീടിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അവൾക്ക് അറിയില്ല ഞങ്ങളുടെ സർപ്രൈസ് കൊടുക്കാൻ. ഞാൻ ഉണ്ടാക്കിയത് അവളെടുത്ത എനിക്ക് പിടിക്കാൻ മാച്ച് ആയതുകൊണ്ട് ഞാൻ പിടിക്കും. അപ്പൊ ഞങ്ങളത് പോയിട്ട് ആടി ടിങ് ടോങ് അടിച്ച് സർപ്രൈസ് കൊടുക്കാൻ പോവാണ് ഗൈസ്. Happy birthday to you. Happy birthday to you. Happy birthday. ലേറ്റ് ആയി പോയി. നിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് കുറച്ച് ലേറ്റ് ആയി പോയി ഗൈസ്. അമ്മേ Thank you guys. പറയാം Guy. ബർത്ത്ഡേ കാരി എന്താണ് ഈ അവസരത്തിൽ നിനക്ക് പറയാനുള്ളത്? ഒന്നും പറയാല, നാട്ടുകാരൊക്കെ നോക്കണു. ക്യാമറയും പൊക്കും ആദരവ് എന്താ എനിക്ക് വല്ല അവാർഡ് കിട്ടിയെന്ന് വിചാരിക്കും. പറയൂ ഹലോ. ഇന്നലെ രാത്രി കൊണ്ടാണ് ഞാൻ ഒപ്പിച്ചെടുത്തത്. താങ്ക് യു സോ മച്ച്. അതിന് ഓരോന്നിനും വർണ്ണിക്കാൻ എത്ര പൂണ്ടെന്നു പൂണ്ടെന്നാണ്. ഇത് കഷ്ടപ്പെട്ട എന്റെ അലോവിയ മോള് ഉണ്ടാക്കി തന്ന ഒരു സാധനം കൂടി ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്തിട്ട് പറയാട്ടോ അതിന്റെ റിവ്യൂ. ഓക്കേ ഗൈസ്, ബൈ ബൈ. ഞാൻ കാണിച്ചു. എന്തേലും പറയാണ്ടോ ഈ അവസരത്തിൽ? ഒരു മ്യാവ് പറയൂ. അയ്യോ ഓടരുതട്ടാ, എനിക്ക് പേടിയാണ്. മ്യാവ് പറയൂ, മണപ്പിക്കരുത്. കിട്ടിയതോ മ്യാവ്? അയ്യോ മതി മതി. 30 അവരുടെ ബർത്ത്ഡേ. പക്ഷെ ഇവർക്ക് 2 പേർക്കും എക്സാം ആയതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് ഓണം കഴിഞ്ഞ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഇപ്പോഴാണ് ഇത് എനിക്ക് വരുന്ന അറിയാം. എന്നാലും ഞാൻ എന്താ വരാത്ത നോക്കി ഇരിക്കുന്നു. ഇത് അൺബോക്സ് ചെയ്യാം. ഇത് ആക്ച്വലി ഞങ്ങളൊരു ഇൻസ്റ്റാ പേജ് അല്ലേടി ശിവാനി? ഇത് ഇൻസ്റ്റാ പേജ് ഞങ്ങൾ ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. ഇൻസ്റ്റാ പേജിന് പറയാനൊന്നും വന്നിട്ടില്ലേ? ഇല്ല ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ പറയില്ല. അതല്ല ഇത് മറ്റേ ബ്ലറാക്കിക്കോട്ടെ ഒരു പേരെങ്ങാനും കണ്ട ലെങ്ത് കൂടി വീഡിയോ നിങ്ങൾ തന്നെ ഇത് കാണേണ്ടി പോലെ. അത് പറ്റില്ല, അതറിയില്ലേ? ഇതും കൂടെ ചേർത്തിടരുത് കേട്ടോ. ഇറ്റ് ഈസ് ഇതൊന്ന് വായിച്ചേ. ഷീ ഈസ് ദ ടോക്ക് ഓഫ് ദ ടൗൺ. ഇത് കണ്ടോ? ഞാൻ ചിരിച്ചു പോയി. ഇതൊക്കെ അവരിട്ടതാണോ? ഫ്രണ്ട് പേജ് ഞങ്ങൾക്കൊന്നും ചെയ്യാതെ പ്രായം അറിയില്ല. യു 21. നീയാണോ കൊടുത്തത്? അല്ലടി, ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തത് കറക്റ്റ്. സൂപ്പർ ആയിട്ട് കഴിഞ്ഞ വട്ടം തന്നത് വിചാരിച്ചാൽ മതി. നീ കൊറേ വർഷം കഴിഞ്ഞ് നീ മറക്കൂല്ലോ ഇതെപ്പോ പറഞ്ഞത്. ഇറ്റ്സ് ഓക്കെ. നോ വൺ ഹാസ് ടു നോ ബേബി ഗേൾ. വിർഗോ സീസൺ തഗ്ഗിത. ഓക്കെ, പതുക്കെ ഉറക്കാം. എന്താണിത്? കാണിച്ചു കൊടുക്ക. അത് വേറെ ഞങ്ങൾ എഴുതാ മതി. So thankful for this day cause you were born. ഇതൊന്നും ഞങ്ങൾ ടൈപ്പ് ചെയ്ത് വെച്ചതല്ല. ഇതൊക്കെ അവര് എഴുതിയിരിക്കില്ലേ? അതെ. നിനക്കറിയാലോ ഞങ്ങൾ ഈ സൈസ് എടുക്കാറില്ല. ബെസ്റ്റ് ഡേ. ഇത് നോക്ക്. You are my happy place. A1 since day one. A1 എന്ന് പറയുന്നത് മറ്റേ ഫസ്റ്റത്തെ ഡേ തൊട്ട് എന്റെ ഞാൻ എഴുതിയതല്ല. എനിക്ക് എന്താ സാധനം? ഇതിന് പോലും മടിയായിട്ട് കണ്ണി കണ്ട പേജില് കണ്ട സാധനം. ഇത് കണ്ടിട്ട് നീ മടിയെന്ന് പറയാൻ പാടില്ല. മടിയല്ല അത്. എനിക്കാണ് മടി. അതെ, നിനക്കാണ് മടി. യൂണിവേഴ്സൽ ട്രൂത്ത്.
May your day be as vibrant as stunning as it. ഞാൻ വായിക്കണം നിർബന്ധമില്ല. മൈ ക്യൂട്ടി ക്യൂട്ടി ദ ബ്യൂട്ടീസ്. ഈ പേജ് ഞങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വകുപ്പില്ല. ഞങ്ങൾക്ക് ഇതും ഫ്രണ്ടും ബാക്കും അവര് ഫിക്സ്ഡ് ആയിരിക്കും. എന്താ അങ്ങനെയൊക്കെ ഒരു പേജ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു ചെയ്യിപ്പിച്ചതാണ്. അല്ല, ഇത് ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ ഒരു പേജ് ഉണ്ടായിരുന്നില്ല. ഇതും ഈ സെയിം സാധനം തന്നെ ഇവര് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നെ. ഞാൻ അത് മാറ്റിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരുടെ ആക്കി. ഞാൻ അക്കിയോട് കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ്. എന്റെ കറന്റ് സബ്സ്ക്രൈബർ കൗണ്ട് എന്റെ പോസ് പോലെ അവളെ എത്തില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. എന്റെ ഫ്രണ്ട്സിനൊക്കെ ട്രൂ ഫ്രണ്ട്സ് ആണോന്ന് എനിക്ക് അറിയണം. 1240 ആണോ? ഞാനല്ലേ ജയിച്ചത്? ഞാൻ ജയിച്ചു. എത്രയാ? 1900. ഞാൻ വീഡിയോ such a fake friend. ഞാൻ പറയാം അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. അവളുടെ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോ ചിലപ്പോൾ കിട്ടാൻ സാധ്യത. മറ്റേ താമരയുടെ സാരി അല്ല, നീ അതാണല്ലോ എനിക്ക് ഉത്തരം പറഞ്ഞത്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചുണ്ടാക്കിയത്. അല്ല, നീ എന്നിട്ട് താമര അത് റീസെന്റ് കേട്ടിട്ടുള്ളത്. പക്ഷെ ഏറ്റവും കൂടുതൽ 28 ലക്ഷം. 4.5 ലക്ഷം വ്യൂസ്. നെട്ടാത്തത് നീ. സബ്സ്ക്രൈബർ തന്നെ കേട്ടോ. അതിലൊരു കണ്ണുണ്ട്. ഞാൻ പുച്ഛിച്ചിട്ടൊന്നുമില്ല. ഞാൻ Fake friends. രാവിലെയും വൈകുന്നേരവും വീഡിയോ കാണാറുണ്ട്. ഞായറാഴ്ച രാവിലെ വീഡിയോ കാണാത്ത കാരണം ഞാൻ ചോദിച്ചു, മറ്റേ പെയിന്റ് ചെയ്യണതാണോ? ഞാൻ കണ്ടുണ്ട്. ഇന്നത്തെയും കണ്ടുണ്ട്. പക്ഷെ എനിക്ക് ഓർമ്മയില്ല എന്തത്തെ വീഡിയോ. ഞാൻ എല്ലാ ദിവസവും വീഡിയോ കാണാറുണ്ട്. നീ ഇന്നത്തെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ പറയാം, മുട്ടയുടെ ബൾബ്. ഓക്കെ, അത് ഞാൻ കണ്ടതാ. തെറ്റാ. മൂൺ ലാമ്പ്. മുട്ടയുടെ ബൾബാണ്. മുട്ടയുടെ ബൾബല്ല, അത് മൂൺ ലാമ്പാണ്. അത് മുട്ടയുടെ ബൾബ്, മുട്ട പോലത്തെ ബൾബല്ലേ? മുട്ട പോലത്തെ ബൾബല്ല, അത് മൂൺ ലാമ്പാണ്. ഞാൻ ജയിച്ചു. എന്ത് മൂൺ ലാമ്പാണ്. അത് 4200. നീ ബണ്ണീനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് എനിക്ക് തെറ്റിപ്പോയതടി. 1000 എനിക്ക് കിട്ടിയ അവിടെ വീട്ടിന്ന് ഞങ്ങളെ വീട്ടിൽ എന്റെ വീട്ടിൽ നിന്ന്. ഇതിൻ്റെ ഇടയിൽ ഫുഡൊക്കെ കഴിച്ചിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ ഞാൻ മറന്നുപോയി. അതിനുശേഷം ഞങ്ങൾ കുറച്ച് ഗെയിംസ് കളിച്ചിട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം. നല്ല ഫണ്ണായിരുന്നു കേട്ടോ, അതൊന്ന് കണ്ടോക്കണേ. ഞങ്ങളിപ്പോ ഈവനിങ് ആയപ്പോ പുറത്തോട്ട് ഇറങ്ങിയതാ. ഇവിടെ അടുത്തുള്ള ഒരു പുള്ളുപടം ആസ് യൂഷ്വൽ ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടാണ്. ഞാൻ വന്നിട്ടില്ല. നീ വന്നിട്ടില്ല. അവളെ പുള്ളുപാടം കാണിക്കാൻ ഞാൻ പുള്ളുപാടം കണ്ടിട്ട് ഞങ്ങളുടെ കൂടെ അങ്ങനെ പുള്ളുപാടം കാണാനല്ല, പുറത്തുകൂടെ പോകൂല നമുക്ക്. പിന്നെ അവിടെ എത്തിയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. ഫോട്ടോഷൂട്ട് എടുക്കാനാണ്. ഫോട്ടോഷൂട്ട് എടുക്കാൻ എന്തെന്നൊക്കെയാ പറയണേ. നിർത്തിക്ക് അവിടെ എന്തോ സാധനം നടക്കുന്നു. കൊട്ടവഞ്ചിയിൽ കയറാൻ പോവാൻ അച്ഛനെ പോവോ? ചേട്ടാ ഞങ്ങളെ കറക്കോ? റോസ്റ്റ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എന്തൊരു